ഈ റംസാനിലത്തെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ജുമാ ഖുത്ബയ്ക്ക് പോവുകയാണ്. അതാണ് ഞാനിങ്ങനെ ഗ്ലാമറാകുന്നത്. ഹലാലായ ഗ്ലാമർ. സുറുമ ഇടുന്നുണ്ട്. നമ്മളെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല നമ്മളിടുന്ന മേക്കപ്പ് സംഭവങ്ങളൊന്നും. നമ്മുടെ മേലത്തേക്ക് സ്കിന്നിലേക്ക് എന്തോ കരി കുത്താറില്ലേ, ചിത്രങ്ങളൊക്കെ വരച്ചുകൊണ്ട് ആ സാധനമൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. കാരണം വെച്ചാൽ അത് ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ടാണ്. സ്പ്രേ അടിക്കൽ സുന്നത്താണ്. അപ്പോൾ പള്ളി എത്തി. ഇനി പള്ളിയിൽ പോയിട്ട് മൗലവി പറയണ നല്ലൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പള്ളിയിൽ നിന്ന് ഞാനിപ്പോൾ എത്തിയതാണ്. ജുമാ ഖുത്ബയിൽ മൗലവി പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അറബ്സ് പെണ്ണ് കള്ള് ഇങ്ങനത്തെ ഒരു ജീവിതം, വെറും പെണ്ണ് തള്ളുന്ന ജീവിതമായിരുന്നു അവർക്ക്. ദൈവത്തിൻ്റെ വചനങ്ങൾ വന്നു, ഹോളി ഖുർആൻ അവതരിച്ചു, അതിലൂടെ അവർ നന്നാവുകയാണ് ചെയ്തത്. പക്ഷേ എന്തുകൊണ്ട് ഇന്നുള്ള നമുക്ക് നന്നാവാൻ കഴിയുന്നില്ല? നമ്മളിപ്പോൾ പല പല പ്രശ്നങ്ങൾ കാണുന്നല്ലോ, എന്തുകൊണ്ട് നന്നാവാൻ പറ്റുന്നില്ല എന്ന ഒരു ചോദ്യം മൗലവി ആ സ്പീച്ചിൻ്റെ ഇടയിൽ ചോദിക്കുകയുണ്ടായി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് അത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇങ്ങനെ നമ്മൾ അറബിയിൽ എന്തോ വായിക്കുന്നു, എന്തോ നീട്ടി വായിക്കുന്നു, എന്തോ താളവും മണിച്ചും അങ്ങനെ പലതും ഉച്ചരിച്ച് ഇങ്ങനെ പോകുന്നു. പക്ഷെ അതിൻ്റെ കണ്ടന്റ് ഒന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ആവാൻ കാരണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. പിന്നുണ്ടല്ലോ, നമ്മൾ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനെ സൃഷ്ടിച്ച ദൈവത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിന്, നമ്മുടെ കണ്ണ്, നമ്മുടെ ചെവി, നമ്മളെല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് നമ്മൾ നന്നായിട്ട് മനസ്സിലാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അതിൽ വായിച്ചു പോകുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട വചനങ്ങൾ വായിക്കുമ്പോൾ, അത് ആ ഒരു മിഡിൽ ഈസ്റ്റ് ഭാഷയിൽ വായിച്ചു പോകുമ്പോൾ പിന്നെ എന്താണ്, നമുക്ക് പറഞ്ഞു തരുന്ന ആൾ നേരെ നെഗറ്റീവായിട്ട് നേരെ വിപരീതം പിന്നീട് പറഞ്ഞു തരും. അങ്ങനെ റോങ് ആയിട്ടുള്ള വഴിയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളും സമൂഹത്തിലുണ്ട്. അങ്ങനത്തെ ചില പണ്ഡിതന്മാരുമുണ്ട് സമൂഹത്തിൽ. അപ്പോൾ നല്ല നല്ല ശരിക്കുള്ള നല്ല നല്ല പണ്ഡിതന്മാരുടെ അടുത്ത് നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക. ഞാനെപ്പോഴും ഡെയിലി ട്രാൻസ്ലേഷൻ പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് മനസ്സിന് നല്ല സുഖം കിട്ടുന്നു. അതുമാത്രമല്ല, ഡെയിലി ഞാൻ മണ്ടത്തരങ്ങൾ ചെയ്യുന്നല്ലോ, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഇന്ന് ചെറിയ ചെറിയ മിസ്റ്റേക്ക് പോലും സീരിയസ് ആയിട്ട് എനിക്ക് തോന്നും. അപ്പോൾ പറ്റുന്ന വിധത്തിൽ കറക്റ്റ് ചെയ്ത് നല്ലൊരു ജീവിതം എനിക്കുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഡൊണേറ്റ് ചെയ്യുക, പിന്നെ അങ്ങനെ കുറേ സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട നല്ല നല്ല കാര്യങ്ങളാണ്. ഇതാണ് ഇന്നത്തെ ജുമാ ഖുത്ബ. എൻ്റെ വീഡിയോ കഴിഞ്ഞ കേട്ടോ.